ജിമ്മി ജെയിംസ്, നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചു മുഖ്യമന്ത്രി എന്ന കണ്ടെത്തലാണ് വിജിലൻസ് കോടതി നടത്തിയിരിക്കുന്നത്. ആ പരാമർശമാണ് ആ റിപ്പോർട്ടിലുള്ളത്. മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലല്ലേ? മുഖ്യമന്ത്രി മാത്രമല്ല, ഇതിൻ്റെ തുടക്കം പറഞ്ഞുകൊണ്ട് വേണം അതിലേക്ക് കടക്കാൻ. മുഖ്യമന്ത്രിയുടെ രണ്ട് വിശ്വസ്തർ PV അൻവറും MR അജിത് കുമാറും ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ ഉണ്ടായതാണ് ഈ ആരോപണങ്ങളുടെ തുടക്കം. വളരെ വേണ്ടപ്പെട്ട രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അടിക്കുകയും എന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെയും അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും കൂടുന്ന എല്ലാവർക്കുമെതിരെ അൻവർ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിലൊന്നാണ് MR അജിത് കുമാറിനെതിരെയുള്ള സാധനം. അതിൽ ഒരു മാധ്യമപ്രവർത്തകന് 2 കോടി രൂപ കൊടുത്തത് മുതൽ, സർക്കാർ വക മരം വെട്ടി വിറ്റത് മുതൽ, സ്വർണ്ണ ബിസ്ക്കറ്റ് വിറ്റ് വിദേശത്ത് കടത്തിയതടക്കമുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ കേട്ടാൽ തോന്നും MR അജിത് കുമാർ എന്തോ വലിയ മാഫിയ തലവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിൻ്റെ ആരോപണങ്ങളുടെ സത്യാവസ്ഥ നമുക്കറിയില്ല. സർക്കാർ അതിലേക്ക് വിശദമായി അന്വേഷിച്ച് പോകട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറച്ച് കൗതുകകരമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വത്തിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഇത്രയും സ്വത്തോ എന്ന് ആർക്കും സ്വാഭാവികമായും തോന്നാം. അദ്ദേഹത്തിന് വീട്ടിൽ സ്വത്തുണ്ടായിരിക്കും, എനിക്കറിയില്ല. 7 കോടി വിലയുള്ള 10 സെൻറ്റ് സ്ഥലം, 8.40 കോടി രൂപ വിലയുള്ള ഭാര്യ സഹോദരൻ്റെ പേരിലുള്ള മറ്റൊരു വസ്തു, ഈ 10 സെൻറ്റ് ഭൂമിയിൽ 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം. ഇത്രയുമൊക്കെ ഒരു IPS ഉദ്യോഗസ്ഥന് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ആദ്യം കേട്ട വിചിത്രമായ കഥ, വേറൊരു വസ്തു 2016 വാങ്ങിക്കുകയും 10 ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് 10-35 ലക്ഷം രൂപയ്ക്ക് അധിക വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെയായിരുന്നു എല്ലാവർക്കും അങ്ങനെയുണ്ടോ എന്ന ഒരു സംശയം തോന്നിയത്. നോക്കൂ, ഒരു വസ്തു വാങ്ങിച്ച് ആധാരം ചെയ്ത ശേഷം 10 ദിവസം കഴിയുമ്പോൾ 35 ലക്ഷം രൂപയ്ക്ക് ലാഭത്തിൽ വിൽക്കുന്നു. ലാഭമല്ലേ, ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ വിജിലൻസിൻ്റെ വിശദമായ അന്വേഷണം നടക്കുമ്പോൾ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഇത് MR അജിത് കുമാർ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ വളരെ മുമ്പേ വാങ്ങിച്ചതാണ്. പക്ഷേ ആധാരം ചെയ്യാൻ മറന്നുപോയി, വിട്ടുപോയി, സമയം കിട്ടിയില്ല. 2012 വാങ്ങിച്ച കയ്യിലുണ്ട്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2016 വിൽക്കാറാകുമ്പോഴാണ് ആധാരം ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ആധാരം ചെയ്ത് കളയാമെന്ന് പറയുക, എന്നിട്ട് ഈ ആധാരം ചെയ്ത ശേഷം അപ്പം തന്നെ ഇത് വേറെ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? മറവി രോഗമുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം എന്നാണെങ്കിൽ അത് വിശ്വസനീയമായ സംവിധാനങ്ങൾ അന്വേഷിച്ച് പറയുകയാണ്. MR അജിത് കുമാർ മറന്നുപോയി എന്ന് പറയാൻ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വിജിലൻസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ അബദ്ധമാണെന്ന് വിജിലൻസ് കോടതി പറയുമ്പോൾ MR അജിത് കുമാറിൻ്റെ ഈ മൊഴിയടക്കം ഞാൻ സംശയിക്കുകയാണ്. ഒരു IPS ഉദ്യോഗസ്ഥൻ 4-5 വർഷം സ്വന്തം പേരിൽ 35 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയി എന്നടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കോടതി എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കടന്നു പോയാൽ വളരെ രസകരമാണ്. ഒരാൾക്കെതിരെയുള്ള അഴിമതി ആരോപണം വന്നാൽ അടിസ്ഥാനപരമായി 3-4 കാര്യം ചെയ്യുമല്ലോ. ഇദ്ദേഹത്തിൻ്റെ സ്വത്തെത്ര, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വരുമാനം എത്ര, ചിലവെത്ര, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര, ഇത് നോക്കുമല്ലോ. ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് എത്ര, ഇദ്ദേഹത്തിൻ്റെ ഫിക്സഡ് അസറ്റ്സ് എത്ര, ഇദ്ദേഹത്തിൻ്റെ ലാൻഡഡ് പ്രോപ്പർട്ടി ഉണ്ടോ, അതായത് ഭൂമിയുണ്ടോ, ആ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ വില എന്താണ്, അത് ഉദ്യോഗസ്ഥൻ നിന്ന് നോക്കി പറഞ്ഞാൽ പോരാ, അടുത്തുള്ള മുറുക്കാങ്കട ചോദിച്ചാലും പോരാ, അത് റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് നിന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. ഭാര്യയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക്, ബാക്കി അങ്ങനെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വത്തുണ്ടോ, ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പ്രാഥമിക അന്വേഷണം ഈ കാര്യത്തിൽ നടത്തുക. ഇതെല്ലാം ചെയ്യുക എന്നുള്ളതൊപ്പം ഏത് കാലം മുതൽ ഏത് കാലം വരെയുള്ള സ്വത്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കണം. ഈ പറയുന്ന 5 കാര്യങ്ങളും ഇതിൽ നടന്നിട്ടില്ല എന്ന് കോടതി പറയുന്നു. എന്നു മുതലാണെന്നില്ല. അജിത് കുമാറിൻ്റെ വരുമാനം എത്ര, ചെലവെത്ര, അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവിങ്സ് എത്ര എന്നില്ല, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതിൻ്റെ ഒരു വിശദാംശങ്ങളും ഇല്ല, ലാൻഡഡ് പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ ഇല്ല, IT റിട്ടേൺസ് പരിശോധിച്ചിട്ടില്ല. ഇതെല്ലാം ചേർത്തുള്ള പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് കോടതി പറയുന്നു. ഇതൊന്നും പോരാത്തതിന് പരാതിക്കാരൻ്റെ മൊഴി പോലും എടുത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ്, മുഖ്യമന്ത്രിയിലേക്ക് വന്നില്ല, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സംശയത്തിലുണ്ട്. അപ്പോൾ 5 വർഷം സ്വന്തമായൊരു ഫ്ലാറ്റ് ഉണ്ടായിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ, ആധാരം ചെയ്യാൻ മറന്നുപോയ ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ അഴിമതി ആരോപണത്തെക്കുറിച്ച്, അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം എത്ര സ്വത്ത് ഉണ്ടായിരുന്നു, എത്ര വരുമാനമുണ്ടായി എന്ന് പോലും അടിസ്ഥാനപരമായി അന്വേഷിക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഇത്രയുമെല്ലാം പ്രഥമ ദൃഷ്ടിയ വിജിലൻസിനും MR അജിത് കുമാറിനും എതിരെ നിൽക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം ഈ വിഷയത്തിലെ അജിത് കുമാറിൻ്റെ മൊഴിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം PV അൻവർ MLA ഉന്നയിച്ചപ്പോൾ
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്രേ അത് നേരിൽ കണ്ട് സെറ്റിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് പട്ടത്തെ ഒരു വീട്ടിൽ വെച്ച്, തിരുവനന്തപുരത്ത് പട്ടത്തെ ഒരു വീട്ടിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സ് എല്ലാം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. നോക്കൂ, ഒരു നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആൾ, അദ്ദേഹം ഒരു MLA ആണ്, ജനപ്രതിനിധി, സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ വളരെ ഗൗരവമായ ആരോപണം നമ്മളടക്കമുള്ളവർ സംരക്ഷണം ചെയ്തതാണ്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് പോയി നേരിട്ട് സെറ്റിൽ ചെയ്യാനാണ്. ഇതെന്താ സെറ്റിൽമെൻറ്റ് ഓഫീസോ? ഇതെന്താ കച്ചേരി നടത്തുകയാണോ കോടതിക്ക് പുറത്ത്? PV അൻവറിനെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു വിട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, MR അജിത് കുമാറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിരിച്ചുവിടാൻ ഇതിലും വലിയ കാരണം വേണ്ട. പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പെരുമാറേണ്ടത്? ഇതിലെല്ലാം ഇല്ലേ പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ വിടുന്നത് ആദ്യത്തെ തവണയല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ MR അജിത് കുമാറാണ്. അദ്ദേഹം RSകാരെ പോയി കണ്ടാലോ പൂരം കലക്കിയെന്ന ആരോപണം സ്വന്തം പാർട്ടി, സ്വന്തം മുന്നിലെ ആളുകൾ പറഞ്ഞാലോ ഒന്നുമില്ല. മുമ്പ് ഇതുപോലെ ഒരു കക്ഷിയുണ്ടായിരുന്നു, ശിവശങ്കർ. MR ശിവശങ്കറിനെ ഇതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ CPIയുടെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് ഓർക്കുന്നുണ്ടല്ലോ. CPIയുടെ ഓഫീസിൽ പോയി പ്രശ്നങ്ങൾ പറയൂ, സെറ്റിൽ ചെയ്യൂ. ഇങ്ങനെ ഓരോ കാലത്ത് ഓരോരുത്തരെ വിഷയം പറഞ്ഞു, ഉദ്യോഗസ്ഥരെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു വിടുക, അത് ഡീൽ ചെയ്യാൻ നോക്കുക. അവസാനം ശ്രീ ശിവശങ്കറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുമതല സെക്രട്ടറിക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ. ഓരോ കാലത്ത് ഓരോ ഉദ്യോഗസ്ഥരെ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞു വിടാൻ, സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു വിടുകയും അതാണ് ശീലം. അവസാനം സ്ഥലത്തെ കേരളത്തിലെ ഒരു ജനപ്രതിനിധി ഒരു ഗൗരവമായ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ കുറ്റം. കോടതി പറഞ്ഞ പരാമർശത്തിലല്ല ഞാൻ ഊന്നി നിൽക്കുന്നത്. സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു വിടുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും PV അൻവർ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞ് തീർത്തേരെ, അൻവറിന് എന്തെങ്കിലും വേണമെങ്കിലും ചെയ്തു കൊടുത്തേരെ, ഇനിയിപ്പോൾ അൻവർ വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതങ്ങ് കൊടുത്തേരെ. ഇതല്ലേ സെറ്റിൽമെൻറ്റിൻ്റെ അർത്ഥം? ഇതല്ലാതെ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ അർത്ഥമൊന്നുമില്ല. സെറ്റിൽ ചെയ്യുക, പറഞ്ഞു തീർക്കുക. ഒരു ഗൗരവമായ ക്രിമിനൽ കുറ്റം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു വിട്ടുവെന്ന് ADGP അജിത് കുമാർ തന്നെ പറയുന്നിടത്ത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ എല്ലാ ഡിഫൻസുകളും പൊളിയുകയാണ്. ഇനിയാണ് വിജിലൻസ് റിപ്പോർട്ടിൻ്റെ കാതിലേക്ക് വരുന്നത്. ഈ വിജിലൻസ് റിപ്പോർട്ട്, ഈ അന്വേഷണം തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മളൊക്കെ ഈ വിജിലൻസ് റിപ്പോർട്ട് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടതിയിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി ഈ പരാതി പറഞ്ഞു തീർക്കാൻ ആവശ്യപ്പെട്ടു എന്ന് അജിത് കുമാർ മൊഴി നൽകിയിട്ടുണ്ടോ? ഉണ്ട്. ഇത് പരാതി പറഞ്ഞു തീർക്കാൻ പരാതി വരുന്നതിന് മുൻപാണ് അൻവറുമായി സംസാരിച്ചത്. ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു എന്നാണ് അൻവറിന്റെ മൊഴി, അല്ല അജിത് കുമാറിന്റെ മൊഴി. അൻവറുമായി സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതെ, അൻവർ 5 പരാതികൾ അൻവറുമായി എന്താണ് സംസാരിക്കുന്നത്? സംസാരിക്കുന്നതിന് വേറൊരു സ്ഥലത്ത് പോയിട്ടാണോ? PV അൻവർ ഭരണമുന്നണിയിൽപ്പെട്ട MLA ആണ്. ഞാൻ ചോദിക്കുന്നത് PV അൻവറിന്റെ എന്ത് പ്രശ്നമാണ് പറഞ്ഞു തീർക്കേണ്ടത് അജിത് കുമാർ? പറഞ്ഞു തീർക്കാനെന്ന് ഞാനതിൽ വായിച്ചില്ല. അങ്ങനെ തന്നെയാണ്, വായിച്ചു നോക്കണം. അല്ല ഇനി അല്ലെങ്കിൽ തന്നെ എന്താ തീർക്കേണ്ടത്? പരാതിക്കാരൻ അൻവറാണ്. ഏതില്? ഈ കേസിനകത്ത്. ഏതിനകത്ത്? ഏത് ഷാജസ് കറിയുടെ കേസാണ് അന്വേഷിക്കുന്നത്. ഷാജസ് കറി 2 കോടി മേടിച്ചിട്ട് കേസ് അട്ടിമറിക്കല്ല, ഒഴിവാക്കി എന്നുള്ളതാ കേസ്. ആർക്കെതിരെ? ആർക്കെതിരെ കേസ്? അതല്ല പറയുന്നത്. ഷാജസ് കറിക്കെതിരെ നടപടി സ്വീകരിക്കണം, ഷാജസ് കറിക്കെതിരെ FIR എടുക്കണം എന്നുള്ള പരാതിയാണ് അന്വേഷിക്കുന്നത്. ആര്? അജിത് കുമാർ. ആ കാര്യത്തെ കൂടെ ഡിസ്കഷൻ. പരാതിക്ക് ശേഷം അല്ല, ആ കാര്യത്തെ കുറിച്ചല്ല, അതിനുശേഷം ആ കാര്യത്തെ കുറിച്ചല്ല. വേണമെങ്കിൽ എടുത്ത് മൊഴി നോക്കിക്കോ, ഡേറ്റ് നോക്കിയിട്ട് തന്നെ പറയുന്നത്. അങ്ങനെയല്ല. വിഷയങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരു പ്രശ്നമുണ്ട്, ആൾ വിഷയം ഉന്നയിക്കുന്നു. നേരിട്ട് കണ്ട് സെറ്റിൽ ചെയ്യലാണോ ഔദ്യോഗികമായ മാർഗമാണ്? നിങ്ങളുടെ വാദം എടുത്താൽ തന്നെ എങ്ങനെയാ സെറ്റിൽ ചെയ്യുന്നത്? വീട്ടിൽ പോയി കണ്ടോ? വീട്ടിൽ പോയി കണ്ടിട്ടാണോ? PV അൻവർ പരാതി ആർക്കെതിരെയാണ്? ഷാജസ് കറി. ആ സമയത്ത് PV അൻവർ പരാതിക്കാരനാണ്. ആ ഭരണപക്ഷ MLA ആണ്, പരാതിക്കാരനാണ്. ഈ പരാതിക്കാരനോട് എന്താണ് പറയാനുള്ളത് പോയി സംസാരിച്ച് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പരാതിയിലെ അന്വേഷണക്കാരനാണ് അജിത് കുമാർ. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാൻ. ചോദ്യം ഇതാണ്, നിങ്ങൾ
നിങ്ങൾക്കൊരു പരാതി ഒരു സർക്കാരിന് കൊടുത്താൽ പോലീസുകാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഒരു കോമൺ സ്ഥലത്ത് നിന്ന് കണ്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ശരി. അന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ തീരുമാനിക്കുന്നത്? ആണല്ലോ, ആണല്ലോ. ഇപ്പോ അദ്ദേഹം ഒരു MLA ആണ്. നമുക്ക് അദ്ദേഹം സൗകര്യമുള്ള ഒരു പറയുന്നത് സ്ഥലത്ത് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണോ സംസാരിക്കുക? പരാതി എടുക്കുക. പരാതി നമുക്ക് നിങ്ങൾക്ക് സൗകര്യമുള്ള ഇപ്പോൾ സ്ഥലത്ത് കാണാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അല്ല, സംഭാഷണം ഇതിനകത്ത് ഞാൻ പറയുന്ന വിഷയം നിങ്ങളുടെ വാദം UDF സർക്കാരിന്റെ നിങ്ങളുടെ വാദം കാലത്ത് മുകളിലേക്ക് എടുത്തോണ്ടാ സംഭാഷണം പറഞ്ഞത്. എന്റെ പ്രശ്നം അതല്ല. അജിത് കുമാറിനെതിരെയുള്ള അത് നിങ്ങൾ ആദ്യത്തെ ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാമതിനോട് കൂടി അതെ ഞാൻ കൂട്ടു തന്നെ പറഞ്ഞു. പരാതി ക്ലബ് ചെയ്യാണ്. മുൻപുള്ള കാര്യം രണ്ടാമതിലേക്ക് ക്ലബ് ചെയ്യാണ്. അങ്ങനെയല്ല. അങ്ങനാണ് ഞാൻ ക്ലബ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അജിത് കുമാറിനെതിരെ അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞു അജിത് കുമാറിനെതിരെ പരാതി ഉന്നയിച്ചതിന് ശേഷമാണെന്ന് പറയുന്നുണ്ടോ? കേട്ടില്ല. അജിത് കുമാറിനെതിരെ PV അൻവർ പരാതി ഉന്നയിച്ചതിന് ശേഷം പോയി കണ്ട് സെറ്റിൽ ചെയ്യാൻ പറയുന്നുണ്ടോ? ഈ കേസിന്റെ മൊഴി എന്തിനാ? കണ്ടിട്ടില്ല. ഈ കേസിന്റെ മൊഴി എന്താ? ഞാൻ ചോദിക്കുന്നത് ഒറ്റ കുമാർ എന്താണ് പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് എന്താ, അജിത് കുമാറിന്റെ മൊഴി ഏതിലാ പ്രസക്തമാകുന്നത്? വിജിലൻസ് ഒരു മൊഴിയെടുക്കുന്നു. വിജിലൻസ് മൊഴിയെടുക്കുന്ന അജിത് കുമാറിനെതിരായ പരാതിയിലാണ്. അപ്പോൾ അജിത് കുമാർ പറയുകയാണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നേരിട്ട് കണ്ട് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോന്നാ പറഞ്ഞത്. എടുത്ത് നോക്കിക്കോ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞത് എന്താണ്? ഇതൊരു പ്രാഥമിക അന്വേഷണമാണ്. ഈ പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചരിത്രത്തിലേക്കൊക്കെ വന്നേ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ 2025 മാർച്ച് 12 റിപ്പോർട്ട് പൂർത്തിയായി എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളിന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്തുണ്ട് 2025 മാർച്ച് 12 ഈ റിപ്പോർട്ടിൻ്റെ അന്വേഷണം പൂർത്തിയായതാണ്. അതിനുശേഷം മാർച്ച് 25 കോടതിയിൽ കേസ് വരുമ്പോൾ 45 ദിവസം കൂടെ വേണം ഈ കേസിനെക്കുറിച്ച് പഠിക്കാൻ എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. അതിനുശേഷം കോടതിയിൽ നടപടിക്രമങ്ങൾ മാറി മാറി വരുന്നു. അവസാനം കോടതിയിൽ ഈ കടലാസ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതിനു മുമ്പേ കോടതിയിൽ കേസ് എത്തുന്നതിന് മുമ്പ് റിപ്പോർട്ട് പൂർത്തിയായിരുന്നു. എന്നിട്ട് ഇതെവിടെ ഇരുന്നേ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുന്നത്. അതും ഈ പറയുന്ന കോടതി ഉത്തരവിന് രേഖകൾ വിശദമായി പറയുന്നുണ്ട്, വിജിലൻസ് റിപ്പോർട്ടിലുമുണ്ട്. എന്ന് വെച്ചാൽ ക്രമപ്രകാരമല്ലാതെ അന്വേഷണം പൂർത്തിയായ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു 1-2 മാസം റിപ്പോർട്ട് അവിടെ തന്നെ വെച്ചു, മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. എന്നിട്ട് എനിക്ക് സംശയമുണ്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ? റിപ്പോർട്ടിൽ അത് എഴുതി വയ്ക്കുക കൂടി ചെയ്തു. മുഖ്യമന്ത്രി ഇത് അംഗീകരിച്ചതായി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോഴാണ് കോടതി ചോദിച്ചത്, ഇതെന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു കേസിലെ വിശദാംശങ്ങൾ പഠിക്കാനും റിപ്പോർട്ട് അംഗീകരിക്കാനുമുള്ള ഏത് വകുപ്പാണുള്ളത്? അങ്ങനെ ഒരു വകുപ്പേ ഇല്ല. കാരണം ഇത് പ്രാഥമിക അന്വേഷണമാണ്. വിജിലൻസിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലാണ് അധികൃതരുടെ എക്സിക്യൂട്ടീവിൻ്റെ അനുവാദം വേണ്ടത്. എക്സിക്യൂട്ടീവിന് വിജിലൻസിൻ്റെ ഭരണപരമായ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ അന്വേഷണത്തിലെ ദൈനംദിന കാര്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണെന്നറിയാവോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ സാധനം 2 മാസം പൂഴ്ത്തി വെച്ചിരുന്നത്? അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്കുള്ള പോലീസിലെ ട്രാൻസ്ഫറും പുതിയ DGPയെ തിരഞ്ഞെടുക്കലൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ള നിർബന്ധമായിരുന്നു. വിവരാവകാശ പ്രകാരം നമ്മളിത് കൊടുക്കുന്നു, പലരും ചോദിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ഒരു വ്യക്തിയുടെ സ്വകാര്യത ആയതിനാൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴോ അജിത് കുമാർ അജിത് കുമാർ വഴി മാധ്യമങ്ങളിലൊക്കെ വന്ന അതേ കാര്യങ്ങളെ റിപ്പോർട്ടിലുള്ളൂ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റാണ്, ഒരു കുഴപ്പമില്ലാത്ത റിപ്പോർട്ടാണ്. അജിത് കുമാറിന് ഒരു പ്രശ്നമില്ലാത്ത റിപ്പോർട്ട് 2 മാസം മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുവയ്ക്കുകയും അത് ഇയാളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്തത് ഒരു കാരണവശാലും പുതിയ DGP അടക്കമുള്ള പദവിയിലേക്കുള്ള പരിഗണനയിൽ ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് തടസ്സപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വല്ലാത്ത മറവിയുള്ള ഒരു ADGP 4-5 വർഷം ഒരു വീടിൻ്റെ ആധാരം ചെയ്യാൻ മറന്നുപോയ വ്യക്തി. 2, ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യൂ എന്ന് പറയുകയും അതനുസരിച്ച് പോയി സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനം. ഏറ്റവും അവസാനം, ഒരു കാരണവശാലും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ കാണാൻ പാടില്ലാത്ത, പരിഗണിക്കാൻ പാടില്ലാത്ത, അംഗീകരിക്കാൻ ഒട്ടും പാടില്ലാത്ത ഒരു റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഈ 3 കാരണങ്ങളാൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ്. വിജിലൻസിൻ്റെ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിലെ പാകപ്പിഴകളുടെ പേരിൽ ഇതിനു മുമ്പ് ആരൊക്കെ എപ്പോഴൊക്കെ കുരിശിൽ കയറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സീസറിൻ്റെ ഭാര്യ പ്രയോഗം ഓർമ്മയുണ്ടല്ലോ. അത് ജസ്റ്റിസ് കെമാൽ പാഷയാണ് ഉന്നയിച്ചത്. KM മാണിക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ അത് ഹൈക്കോടതിയിൽ വരുമ്പോൾ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നു. ഇപ്പോഴെന്താ, സീസറിൻ്റെ ഭാര്യ മരിച്ചുപോയോ? Meet the editors.